സ്റ്റാർട്ട് ചെയ്യട്ടെ? Good morning, ma'am. Good morning, friends. I am Vinsha from Alapi. I am the coordinator of today's class. എന്നത്തെയും പോലെ നമുക്ക് ഇന്നും ഒരു പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. പ്രയർ ചൊല്ലാനായി ശിവരഞ്ജിനിയെ ക്ഷണിക്കുന്നു. എൻ്റെ പേര് ശിവരഞ്ജിനി. എൻ്റെ വീട് എറണാകുളമാണ്. നമ്മുടെ ഗുരുക്കന്മാർക്ക് വേണ്ടിയും നമുക്ക് നല്ലൊരു നമ്മുടെ ഈ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടും നമുക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ടിയും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ, നിനക്ക് വന്ദനം. ഹാവ് എ നൈസ് ഡേ എവരിവൺ. താങ്ക് യു. താങ്ക് യു ശിവരഞ്ജിനി ഫോർ ദി പ്രയർ. സൈൻ ഇൻ ചെയ്യാനായി രഞ്ജിനിയെ ക്ഷണിക്കുന്നു. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്ന അശ്വതി മാമിനെയും ക്ലാസ്സിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാ ടീച്ചേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഗുഡ് മോർണിംഗ്. തോട്ട് ഓഫ് ദ ഡേ പറയാനായി അശ്വതിയെ ക്ഷണിക്കുന്നു. You cannot change your future, but you can change your habits. And surely your habits will change your future. Dr. APJ Abdul Kalam. Thank you. Good morning, ma'am. ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. ഗുഡ് മോർണിംഗ്. Good morning, ma'am. Good morning, ma'am. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? Yes, ma'am. Good morning. Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല മാം, ഇന്ന് ഇന്ന് ആക്ടിവിറ്റി പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്? ഇന്ന് ഒരു ആക്ടിവിറ്റി പറയാമെന്ന് പറഞ്ഞു ചെയ്യാനുള്ളത്. ഒരാൾ പറയൂ. വിൻഷ പറയൂ. ഇന്ന് ഒരു ആക്ടിവിറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതുതായിട്ട്. തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു സെക്കൻഡ് ഇട്ടൊന്ന് വെയിറ്റ് ചെയ്യണേ.
ഓക്കെ. കാണുന്നുണ്ടോ? ഇത് കുറച്ച് ഡാമേജ് ആയി, കുറച്ച് പഴയതായിട്ടോ. ഇതിന്റെ പേരാണ് പിക്ചർ വീല് കേട്ടോ. സോറി, പിക്ചർ വീല്. ഇത് നോക്കിയാ നിങ്ങള് കാണുന്നുണ്ടോ? കുറച്ച് പിക്ചേഴ്സ് ഞാൻ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. നടുവില് ഒരു വീലുണ്ട്, അതില് കുറച്ച് പേരുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേരാണ് പിക്ചർ വീല്. അപ്പൊ നമ്മള് ഇത് ഞാനിപ്പോ 2 കാർഡ്ബോർഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കാർഡ്ബോർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ, വേസ്റ്റ് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. വേസ്റ്റ് ബോർഡ് എടുത്തിട്ട് അതിനകത്ത് ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് പിക്ചർ ഒട്ടിച്ചു. അതുപോലെ തന്നെ ഈ ചെറുതും വേസ്റ്റ് ബോർഡ് എടുത്തിട്ട് കളർ ചാർട്ട് പേപ്പർ ഒട്ടിച്ചിട്ട് എന്താണോ അതിന്റെ പേരുകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ എന്തൊക്കെ പിക്ചറാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് അതിന്റെ പേര് ഈ ചെറിയ വീലിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇത് അതായത് പിക്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാനും അതിന്റെ വേർഡ് ഐഡന്റിഫൈ ചെയ്യാനുമാണ് കുട്ടികൾക്ക് ഈ ഒരു ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോ കുട്ടികളിപ്പോ ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പിക്ചറാണ് ചൂണ്ടിക്കാണിക്കുന്നതെങ്കിൽ അതിന്റെ വേർഡ് പഠിപ്പിക്കാനായിട്ട് നമ്മള് ഈ വീല് ഒന്ന് തിരിച്ചിട്ട് ഈ ആപ്പിള് ഇതിന്റെ നേരെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ക്ലിയർ ആണോ? അതുപോലെ തന്നെ റോസ് കണ്ടോ, എല്ലാവരും ഒരേ ഇതിൽ തന്നെയാണ്, സ്ട്രെയിറ്റ് ആയിട്ട് തന്നെയാണ് എല്ലാവരും വരുന്നത്. ഇടയ്ക്ക് ഒന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കുട്ടികളെ കാണിച്ചു കൊടുക്കണം എന്ന് മാത്രം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കുട്ടികൾക്ക് പെട്ടെന്ന് വേർഡ്സ് പഠിക്കാനായിട്ട് സാധിക്കും, ഐഡന്റിഫൈ ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോ ഇത് നിങ്ങൾ ഉണ്ടാക്കണം. ഇത് സാധാരണ കുട്ടികള് ചെയ്യുന്നത്, കാരണം ഇത് പെട്ടെന്ന് ഡാമേജ് ആവും ഇങ്ങനെ ചെയ്തു വെച്ചാല്. ഗമ്മൊക്കെ കണ്ടു ഇവിടെ സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ കേക്ക് ബോർഡ് ഉണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കുന്ന ബോർഡ് ഉണ്ടല്ലോ റൗണ്ടില്, കണ്ടിട്ടുണ്ടോ? അത് വെച്ചിട്ടാണ് കൂടുതൽ കുട്ടികളും ഇത് ചെയ്ത് കണ്ടിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ പിക്ചേഴ്സ് അവർ ഒട്ടിക്കാറുണ്ട്. പിന്നെ വീലുണ്ടല്ലോ, ഈ വീല് ഇപ്പൊ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈർക്കലി വെച്ചിട്ട് ജസ്റ്റ് ഒരു ചാർട്ട് പേപ്പറിന്റെ ഒരു ഭാഗം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അതിനകത്ത് പിൻ ചെയ്ത് ഒട്ടിച്ചാണ് വെച്ചിരിക്കുന്നത് ഈർക്കൽ വെച്ചിട്ട്. അത് അത്ര സെക്യൂർ അല്ല. ചില കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, നമ്മുടെ സ്ക്രൂ ഉപയോഗിച്ച് സെറ്റ് ചെയ്യാറുണ്ട്. ഇപ്പൊ കേക്കിന്റെ ബോർഡൊക്കെ ആണെങ്കിൽ സ്ക്രൂ ആണ് കൂടുതൽ നല്ലത്. ഇനി വേറെ ചിലവരാണെങ്കിൽ നമ്മുടെ കമ്മലുണ്ടല്ലോ, ചെറിയ സ്റ്റഡ് കമ്മലില്ലേ, ആ സ്റ്റഡ് കമ്മല് ശങ്കീരിയൊക്കെ ഉപയോഗിച്ചിട്ട് ഫിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെയും കുട്ടികൾ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ ഇത്തരത്തില് പിക്ചർ വീല് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ ഇത് തന്നെ റെഫറൻസ് വേണമെന്നില്ല. നിങ്ങളിപ്പോ യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാല് ധാരാളം പിക്ചർ വീൽസ് ഉണ്ടാകും, കുറെ അധികം ഐഡിയാസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും. അതനുസരിച്ച് നിങ്ങളുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയിൽ ഇത് ചെയ്യാം. അപ്പോ പറ്റുന്നവര് ചെയ്യാം, അല്ലാത്തവര് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചെയ്യാം. ഒരു ദിവസം എന്തായാലും ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. എല്ലാ കുട്ടികളും ഞാൻ കാണിക്കുമ്പോൾ, അതായത് ഈ ക്ലാസ്സിൽ ഇപ്പൊ ഞാൻ കാണിച്ചെന്ന് വിചാരിക്കാം, നെക്സ്റ്റ് ക്ലാസ്സിൽ അവർ പ്രസന്റ് ചെയ്തിട്ട് കാണിക്കാറാണ് പതിവ്. അപ്പോ അത് ഞാൻ കമ്പൽ ചെയ്തില്ല നിങ്ങളെ. നിങ്ങൾക്ക് ഫ്രീ ടൈം എപ്പോഴാണോ കിട്ടുന്നത് അതിനനുസരിച്ച് പിക്ചർ വീല് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ? അപ്പൊ അതെ, കുറെ അധികം പിക്ചേഴ്സാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. നോക്കിയാൽ നിങ്ങൾ റോസ് കൊടുത്തിട്ടുണ്ട്, ആപ്പിള്, സൺഫ്ലവർ, വാട്ടർമെലൺ, അതുപോലെ ബനിയൻ ട്രീ, ലോട്ടസ്, ഓറഞ്ച്, കോക്കനട്ട് ട്രീ. അപ്പൊ ഇതൊക്കെ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇത് തന്നെ വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചേഴ്സ് എടുക്കാം. വെഹിക്കിൾസിന്റെ പിക്ചർ എടുക്കാം, ആനിമൽസിന്റെ പിക്ചർ എടുക്കാം. അങ്ങനെ ഇഷ്ടപ്പെട്ടത് എന്താണോ അതെടുത്തിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യാം. ക്ലിയർ അല്ലേ? പിക്ചർ വീൽ. ഓക്കെ, പിക്ചേഴ്സ് എടുക്കണുണ്ടോ? 10 എടുക്കാം. നമ്മളെ നമ്പർ വീല് 9 or 10 ആണ് പറയുന്നത്. പിക്ചേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. കാരണം വീലിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോ നമുക്ക് ഈ റൗണ്ട് എടുത്തില്ലേ, അതായത് നമുക്ക് കേക്ക് ബോർഡ് ഒക്കെ കിട്ടുന്നത് കടയിൽ നിന്ന് വാങ്ങിക്കാനാണ് കിട്ടുന്നത്. അപ്പൊ അതിന്റെ വലിപ്പത്തിനനുസരിച്ചിട്ടേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യത്തെ വീലിന്റെ വലിപ്പം, അതുപോലെ തന്നെ ചെറിയ വീലിന്റെ വലിപ്പം ഇതൊക്കെ നോക്കും നമ്മള്. അപ്പൊ അതിനകത്ത് എത്ര എണ്ണമാണ് സെറ്റ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു രീതിയിൽ ഭംഗിയിൽ സെറ്റ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോ ഇതിനകത്ത് 8 എണ്ണമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഗ്യാപ്പ് ഒന്നും അങ്ങനെ കൊടുത്തിട്ടില്ല.
ചില കുട്ടികൾ 5 എണ്ണമൊക്കെ ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. കറക്റ്റ് ആയിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പൊ വീലിന്റെ വലിപ്പത്തിനനുസരിച്ച് ചെയ്യാം. മിസ്സേ ആദ്യത്തത് കാർഡ്ബോർഡ് അല്ലേ മിസ്സേ? ഫസ്റ്റ് റൗണ്ട് വരുന്ന പിക്ചർ ഒട്ടിക്കുന്നത്? രണ്ടും അതെ, രണ്ടും കാർഡ്ബോർഡ് ആണ്. നമ്മുടെ വേസ്റ്റ് ബോർഡ് ഉണ്ടല്ലോ, വേസ്റ്റ് ബോർഡ്, അതാണ് കേട്ടോ രണ്ടും. രണ്ടും അതിൽ തന്നെ വെച്ചിട്ട് ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല. പിക്ചേഴ്സ് മാത്രം മോന്റെ അടുത്ത് ഉണ്ടായിരുന്നു എന്റെ, അത് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തത്. ഇപ്പൊ കുറെ ആയി സാധനം യൂസ് ചെയ്യുന്നു. കുട്ടികൾ ചെയ്യുമ്പോ നല്ല ഭംഗിയിൽ ചെയ്യാറുണ്ട്. അവർക്കൊരു റെഫറൻസ് മാത്രമാണ് ഞാൻ കൊടുക്കാറ്. ഓക്കെ, ഇനി അടുത്തത് നമ്പർ വീലാണ്. നമ്പർ വീല് നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നു. ആദ്യം ഒരു വലിയ വീൽ എടുക്കുന്നു, പിന്നീട് രണ്ടാമത്തെ വീൽ എടുക്കുന്നു, ചെറിയ വീല്. ഇതിനകത്ത് നമുക്ക് 9 അല്ലെങ്കിൽ 10 നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യാൻ പറ്റുക. 9 അല്ലെങ്കിൽ 10 മതി. അപ്പോ ഇവിടെ ഞാനിപ്പോ 9 വരെയുള്ള നമ്പർ ആണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ ആദ്യത്തെ നമ്പർ എന്ന് പറയുമ്പോൾ ഒരു ട്രയാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്, കണ്ടോ? അപ്പൊ 1ന് നേരെ ട്രയാങ്കിൾ വന്നു, 2ന് നേരെ കാണുന്നില്ലേ? 1ന് നേരെ ഈ ഒരു ട്രയാങ്കിൾ വന്നു, 2ന് നേരെ 2 സർക്കിള്, 3ക്ക് നേരെ സ്ക്വയർ വന്നു, റെക്ടാങ്കിൾ വന്നു, 4ന് നേരെ 4 മാംഗോ വന്നു, 5ന് നേരെ 5 സ്റ്റാർ വന്നു, അങ്ങനെ 6, 7, 8, 9. ഓക്കെ, അപ്പൊ കുട്ടികൾ പെട്ടെന്ന് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്പർ വീല് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഞാനിതിപ്പോ പിക്ചർ ഒട്ടിച്ചതല്ല, വരച്ചതാണ്. മോൻ വരച്ചതാണ് കേട്ടോ. അപ്പൊ മോൻ വരച്ച സംഭവങ്ങളാണ്. അത് വെച്ചിട്ട് ഞാൻ കുട്ടിയെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചതാ. ഭംഗിയില്ലെങ്കിൽ കൂടിയും കുട്ടി ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പൊ അതും ചെയ്തിട്ടുണ്ട്. ഇതും വേസ്റ്റ് ബോർഡ് വെച്ചിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കുറെ നാളത്തെ യൂസേജിനൊക്കെ വേണമെങ്കിൽ ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അത് ചെയ്യുമ്പോഴും വളരെ കൃത്യമായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ അത് ഡാമേജ് ആകും. അപ്പൊ ഇത് നിങ്ങൾക്ക് കേക്കിന്റെ ബോർഡ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 വീൽ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ പിക്ചറൊക്കെ നമ്മൾ വരച്ചാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സ്ഥലം നമുക്ക് വേണ്ടി വരും. പിക്ചർ ആണെങ്കിൽ ഇത്രയും സ്ഥലം പ്ലേസ് ആവശ്യമില്ല. ഓക്കെ, ചിലവരുടെ പിക്ചേഴ്സ് വെച്ചിട്ട് ചെയ്യാറുണ്ട്. ചിലവർ എന്ത് ചെയ്യാറുണ്ടെന്നാ, ഷോപ്പിൽ നിന്നൊക്കെ സ്റ്റാർസ് ഒക്കെ മേടിക്കും. സ്റ്റാറുകളില്ലേ, ചെറിയ ചെറിയ, കണ്ടിട്ടുണ്ടോ? അതൊക്കെ മേടിച്ചിട്ട് ചെയ്തിട്ടുണ്ട് ചില കുട്ടികള്. പിന്നെ ചില കുട്ടികള് നമ്മുടെ പിസ്ത ഉണ്ടല്ലോ, പിസ്ത, അതിന്റെ തൊണ്ടില്ലേ, അത് കളർ ചെയ്തിട്ട് ചെയ്ത കുട്ടികൾ വരെയുണ്ട്. അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. പലതരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് അത് കളർ ചെയ്തിട്ട് ഒട്ടിച്ചിട്ട്, പിന്നെ ചിലവര് മുത്ത് വെച്ചിട്ട് നമ്മുടെ ബീഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തവരുണ്ട്. അപ്പൊ കൗണ്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റീവ് മാത്രമാണ് നമുക്കുള്ളത്. കുട്ടികളെ കൊണ്ട് ഇത് കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുക, അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. പിന്നെ സ്ക്രൂ ഒക്കെ വെച്ച് നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സെക്യൂർ ആവുന്നത്. പിന്നെ എളുപ്പത്തിൽ നമുക്ക് തിരിക്കാൻ പറ്റും വീല്. ഈർക്കില് പോലുള്ള സാധനങ്ങൾക്ക് അറിയാലോ, പെട്ടെന്ന് അത് ഇതാവും, ചീത്തയാവും. അത് കുറെ നാളൊന്നും കിട്ടില്ല, സൈഡിലൊക്കെ വീല് മര്യാദക്കൊന്നും കറക്കില്ല. അപ്പൊ സ്ക്രൂ വെച്ചിട്ടൊക്കെ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ അതുപോലെ തന്നെ ചില സ്റ്റുഡൻസ് ഞാൻ പറഞ്ഞു കമ്മലുണ്ടല്ലോ, അതിന്റെ സ്റ്റഡ് വെച്ചിട്ട്, അതിന്റെ ശങ്കീരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്തവരുണ്ട്. അതൊക്കെ സെക്യൂർ ആയിട്ട് കൂടുതൽ ഇരിക്കും, കുഴപ്പമുണ്ടാവില്ല. അപ്പൊ ചെയ്യില്ലേ? കുഴപ്പമില്ലല്ലോ, എല്ലാവരും ഓക്കെ അല്ലേ ചെയ്യാൻ? എന്നാ മിസ്സേ സബ്മിറ്റ് ചെയ്യണ്ടേ? ഇത് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്ന അപ്പൊ ചെയ്യാം. അതിപ്പോ അടുത്ത ആഴ്ച ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പിന്നീട് ചെയ്ത് കാണിച്ചാൽ മതി. അങ്ങനെ കാണിക്കണം കേട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യാം. നോക്കൂ, നിങ്ങള് പരമാവധി ചെയ്യാനായിട്ട് ശ്രമിക്കുക. എക്സാം സമയമൊക്കെ ആകുമ്പോ പിന്നെ നമുക്ക് തിരക്കാവുമല്ലോ. അപ്പൊ ഇപ്പൊ അധികം കുഴപ്പമില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. കമ്പല് ചെയ്യുന്നില്ല കേട്ടോ, എപ്പോഴാണോ നിങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുന്നത് അപ്പൊ ചെയ്യാം. ഓക്കെ, അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ 1 പിക്ചർ വീല്, 2 നമ്പർ വീല്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾക്ക് ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാവുന്നതാണ് കേട്ടോ.
ഇന്റേൺഷിപ്പിനൊക്കെ പോയില്ലേ, അപ്പൊ നമുക്കിത് കൊണ്ടുപോകാം. അങ്ങനെ ധാരാളം കുട്ടികൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ നല്ല റിവ്യൂസ് ആണ് അവരിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അതായത് കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടമായി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് നിങ്ങൾക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പൊ എപ്പോഴും ഇത് നിങ്ങളുടെ കയ്യിൽ വേണം കേട്ടോ. എല്ലാവരുടെ കയ്യിലും ഈ ഒരു പിക്ചർ വീലും നമ്പർ വീലും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ മന്ത്സ് വരെ പറഞ്ഞല്ലേ. ഇനി നെക്സ്റ്റ് ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട്. ആ ടേബിൾ ഒന്ന് ആദ്യം ഒന്ന് മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വായിപ്പിക്കാം. ഓക്കെ, ആ ടേബിള് കാണുന്നില്ലേ? റീഡ് ചെയ്യൂ കേട്ടോ. ഗ്ലാഡിസ് വായിച്ചോ? യെസ് മാം. ഒന്ന് റീഡ് ചെയ്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? Okay, ma'am. A regular immunization schedule needs to be followed since the time of the birth of the child till the stage mentioned in the schedule. ഇതിൽ പറഞ്ഞിരിക്കുന്നത് റെഗുലർ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ചെയ്യുന്നത് ഈ ഒരു രീതിയിലാണ്. ഈ ഒരു ബോക്സിൽ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് റെഗുലർ ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്നത്. അതായത് കുഞ്ഞിന്റെ ജനിച്ച സമയം മുതലുള്ള ഷെഡ്യൂൾ ചെയ്തേക്കുന്നത് ഈ രീതിയിലാണ്. എപ്പോഴാണ്, വെൻ, വാട്ട്, എന്താണ് കൊടുക്കുന്നത്, വൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴാണ്, വെൻ, എന്തുകൊണ്ട്, സോറി, എന്തുകൊണ്ട്. ഓക്കെ ഓക്കെ. ഫസ്റ്റ് വൺ, ബിഫോർ ബർത്ത് ഗിവൺ ടു ദ മദർ. കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അമ്മയ്ക്ക് കൊടുക്കുന്നത് ടെറ്റനസ് കൊടുക്കുന്നു. അത് ചെയ്യുന്നത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടെറ്റനസ്. ടെറ്റനസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രൊട്ടക്ഷൻ എന്നതുപോലെയാണ് ടെറ്റനസ് നമുക്ക് വാക്സിനേഷൻ എടുക്കുന്നത്. പിന്നെ സൂൺ ആഫ്റ്റർ ബർത്ത്, ആസ് സൂൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത്, അത് കുഞ്ഞിന് കൊടുക്കുന്നത് BCG ആണ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് TB, ട്യൂബർക്കുലോസിസ്.
ഏജ് 6 വീക്സ് 6 ആഴ്ച പ്രായത്തില് DPT പോളിയോ ഡ്രോപ്സ് കൊടുക്കും. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. പിന്നെ ഏജ് 6 വീക്സ് തന്നെ 6 വീക്സ് മുതൽ 3 ഡോസ് കൊടുക്കുന്നു. മന്ത് 6 മന്ത്. ഹെപ്പറ്റൈറ്റിസ് ബി, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ് അറ്റ് 0 to 1. പിന്നെ ഏജ് 10 വീക്സ് സെക്കൻഡ് ഡോസ് കൊടുക്കും. അത് DPT പോളിയോ ആണ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. പിന്നെ ഏജ് 14th വീക്കില് തേർഡ് ഡോസ് കൊടുക്കും. DPT പോളിയോ തന്നെ, ആസ് നോട്ടഡ് അബവ്, അതായത് പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ തന്നെ. പിന്നെ ഏജ് 9 മന്തില് മീസിൽസ് ആണ്. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ് ആണ്. പിന്നെ ഏജ് 15 to 18 മന്ത് MMR കൊടുക്കും. പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്, മംസ് ആൻഡ് റുബല. പിന്നെ ഏജ് 18 മന്ത് DPT പോളിയോ ഡ്രോപ്സ്, അത് ബൂസ്റ്റർ ഡോസ് ആണ്. പിന്നെ ആഫ്റ്റർ 24 മന്ത്സ് ടൈഫോയിഡിന്റെ പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ടൈഫോയിഡ്. ഓക്കെ. അപ്പൊ കുട്ടികൾക്ക് കൊടുക്കുന്ന മാം ആ താഴെയുള്ളത് വായിക്കണോ? താഴെയുള്ളത് വേണ്ട, അത് ഞാൻ റീഡ് ചെയ്തോളാം. ഓക്കെ മാം. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന വാക്സിനേഷന്റെ ഒരു ഷെഡ്യൂളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ആദ്യം ബിഫോർ ബർത്ത് ടു ഗിവ് ടു മദർ, അതായത് പ്രഗ്നന്റ് ലേഡീസിന് കൊടുക്കുന്ന ഒരു വാക്സിൻ ആണ് ടെറ്റനസ് വാക്സിൻ. പറഞ്ഞിട്ടുണ്ടല്ലേ, 2 പ്രാവശ്യം TT എടുക്കാറുണ്ട് അല്ലെ പ്രഗ്നന്റ് ആകുന്ന സമയത്ത്, ഇല്ലേ? അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അതിന്റെ വിവരങ്ങളൊക്കെ നമ്മുടെ ഹെൽത്ത് കാർഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാകും, ഇല്ലേ? കുഞ്ഞിന് കിട്ടുന്ന ഒരു ഹെൽത്ത് കാർഡില്ലേ, അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും എപ്പോഴാണ് നമ്മൾ TT എടുത്തിട്ടുള്ളത്. 2 പ്രാവശ്യമാണ് കേട്ടോ. ഓക്കെ. അപ്പൊ ടെറ്റനസിനെതിരായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ ആസ് സോൺ ആസ് പോസിബിൾ ആഫ്റ്റർ ബർത്ത്, ജനനത്തിന് ശേഷം എത്രയും പെട്ടെന്ന് BCG വാക്സിൻ എടുക്കണം. BCG വാക്സിൻ എല്ലാവരും എടുത്തിട്ടുണ്ടാകും. നമുക്കറിയാം, നമ്മുടെ ഇടത് കൈയിലായിട്ട് ഷോൾഡറിന് താഴെ ഒരു വട്ടത്തിലുള്ള റൗണ്ടിലുള്ള ഒരു പാട് കാണാൻ പറ്റും. എല്ലാവരുടെയും കയ്യിലുണ്ടാവും അല്ലെ? അത് ജനിച്ചു കഴിഞ്ഞ് എത്രയും പെട്ടെന്ന് കുഞ്ഞിന് BCG എടുക്കുന്നതിന്റെ അടയാളമാണ്. ഓക്കെ. എല്ലാവരുടെയും കയ്യിലില്ലേ? ഉണ്ടോ? അപ്പൊ അത് ട്യൂബർക്യുലോസിസ് അഥവാ TB, ക്ഷയത്തിനെതിരെ നടത്തുന്ന അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു വാക്സിൻ ആണ് BCG വാക്സിൻ എന്ന് പറയുന്നത്. പിന്നെ 6 വീക്സ് ആവുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, DPTയുടെ ഒരു ഡോസ് എടുക്കാറുണ്ട്. പോളിയോ ഡ്രോപ്സും കൊടുക്കുന്നു. അത് പോളിയോ, ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ് രോഗങ്ങൾക്കെതിരെയായിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ 6 വീക്സില് 3 ഡോസസ് കൊടുക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. 6 മന്ത്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ 3 ഡോസസ് കൊടുക്കുക. അപ്പൊ അതിന്റെ ആദ്യ ഡോസ് എന്ന് പറയുന്നത് 6 വീക്സിലാണ്. ഹെപ്പറ്റൈറ്റിസ് ബി കൊടുക്കാറുണ്ട്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് ജോണ്ടിസ്. പിന്നെ 6 വീക്സില് DPT പോളിയോ കൊടുക്കാറുണ്ട്, പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് പോളിയോ, ഡിഫ്തീരിയ. പിന്നെ ഏജ് 14th വീക്സില് DPT പോളിയോ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന രോഗങ്ങൾക്കെതിരായിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 9 മന്ത്സ് ആവുമ്പോൾ കുട്ടിക്ക് 9 മാസം പ്രായമുള്ളപ്പോൾ മീസിൽസിന്റെ വാക്സിൻ കൊടുക്കാറുണ്ട്, മീസിൽസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനെ അഗെയിൻസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ 15-18 മാസം ആവുമ്പോൾ MMR വാക്സിൻ കൊടുക്കാറുണ്ട്. MMR പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മീസിൽസ്, മംസ് ആൻഡ് റുബല്ല, ഈ 3 രോഗങ്ങൾക്കും എതിരെയായിട്ടാണ് MMR കൊടുക്കുന്നത്. ദെൻ 18 മന്ത്സില് DPT പോളിയോ ഡ്രോപ്സ് ബൂസ്റ്റർ ഡോസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ 24 മന്ത്സില് ടൈഫോയിഡിന്റെ വാക്സിൻ കൊടുക്കാറുണ്ട്. ടൈഫോയിഡിനെ പ്രൊട്ടക്ട് അതിനെതിരെയുള്ള വാക്സിൻ ആയിട്ടാണ് ഈ ഒരു വാക്സിൻ കൊടുക്കുന്നത്. അപ്പോ 24 മാസമാണ്. 24 മാസം എന്ന് പറയുന്നത് കുട്ടിക്ക് 2 വയസ്സാകുന്നത് വരെയുള്ള ഒരു വാക്സിനേഷൻ ഷെഡ്യൂൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി താഴെ പറയുന്ന കാര്യം മിസ്സിയാവളൊന്ന് റീഡ് ചെയ്തേ. താഴെ ഒരു ചെറിയൊരു പാരഗ്രാഫ് കൊടുത്തിട്ടില്ലേ, ഒന്ന് റീഡ് ചെയ്യാമോ? Okay, ma'am. The teacher should be arrive
of the common childhood disease and കേൾക്കുന്നില്ലല്ലോ. കേൾക്കാവോ ടീച്ചർ? ഹലോ ബാക്കിയുള്ളവർക്ക് കേൾക്കുന്നുണ്ടോ? ഹലോ കേൾക്കുന്നുണ്ടോ? ആ ഓക്കെ, വായിച്ചോളൂ. The teacher should be aware of the common childhood disease, can be careful to note if any child catches ailment which may be acquired by others. The teacher's knowledge of health care and immunication can help society from dangerous epidemics. എന്താ പറയുന്നേ? എന്ന് വെച്ചാൽ സാധാരണ കുട്ടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് അധ്യാപകർക്ക് അറിവുണ്ടായിരിക്കണം. അത് കുട്ടികൾക്ക് കറക്റ്റ് സമയത്ത് വാക്സിനേഷൻസ് എടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റ് കുട്ടികൾക്ക് ആ രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നുള്ള അറിവ് അധ്യാപകർക്ക് ഉണ്ടാകണം എന്നാണ് പറയുന്നത്. മിന്നുമോൾ തങ്കച്ചൻ. മിന്നുമോൾ. മാം ഇതിനെപ്പറ്റി എന്ത് പറയാനാണോ? അതെ അതെ. വായിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടീച്ചേഴ്സിന് ഇതിനെപ്പറ്റി ഒരു അവെയർ ഉണ്ടായിരിക്കണം, ചൈൽഡ്ഹുഡ് ഡിസീസിനെ പറ്റി. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ കെയർഫുൾ ആയിരിക്കണം. ടീച്ചേഴ്സിന് ഹെൽത്ത് കെയറിനെ ഇമ്മ്യൂണൈസേഷനെയും കുറിച്ച് അറിവുണ്ടായിരിക്കണം. അത് സൊസൈറ്റിയിൽ പടരാതിരിക്കാനും പെട്ടെന്ന് പടരുന്ന ഒരു അസുഖങ്ങളായതുകൊണ്ട് തന്നെ അതങ്ങനെ പടരാതിരിക്കാനും ടീച്ചേഴ്സ് അവെയർ ഉണ്ടായിരിക്കണം. മനസ്സിലായിട്ടുള്ളൂ. The teacher should be aware of the common childhood diseases and be careful to notice if any child catches ailment which may be acquired by others. The teacher's knowledge of healthcare and immunization can help the society from dangerous epidemics. അതായത് ടീച്ചറിന് കോമൺ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഡിസീസിനെ കുറിച്ച് അറിവുണ്ടായിരിക്കും. സാധാരണ വരുന്ന കുട്ടികൾക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണെന്ന് ടീച്ചർക്ക് അറിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ അറിവുണ്ടായിരുന്നാൽ മാത്രമാണ് കുട്ടികൾക്ക് എന്തെങ്കിലും എയിൽമെന്റ്, അതായത് സിമ്പിൾ ഗുരുതരമല്ലാത്ത എന്തെങ്കിലും രോഗങ്ങൾ വന്നു കഴിഞ്ഞാല് ടീച്ചർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനും അത് മറ്റുള്ള കുട്ടികളിലേക്ക് പകരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ ടീച്ചറുടെ നോളജ് എന്ന് പറയുന്നത് എന്താണ്, സൊസൈറ്റിയിൽ ഡേഞ്ചറസ് ആയിട്ടുള്ള എപ്പിഡമിക്സ് സ്പ്രെഡ് ചെയ്യുന്നതിന് ടീച്ചറിന്റെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് ടീച്ചറിന്റെ നോളജ് സഹായിക്കും. ഓക്കെ, നമുക്കറിയാം ഒരു ക്ലാസ്സിൽ ഏതെങ്കിലും അസുഖമായിട്ട് ഒരു കുട്ടി വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സിംറ്റം ഒക്കെ കുട്ടി കാണിക്കുവാണെങ്കിൽ ടീച്ചർക്ക് അതിനെ കുറിച്ച് നോളജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാനും മറ്റുള്ള കുട്ടികൾക്ക് ആ രോഗം പകരാതിരിക്കാനും ശ്രദ്ധിക്കുള്ളൂ, അല്ലെ? അതുപോലെ തന്നെ സിംറ്റംസ് കാണിച്ച കുട്ടിയെ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്തിരിക്കണം, ഹോസ്പിറ്റലൈസ് ചെയ്യണം, അല്ലെ? അപ്പൊ അതിനുവേണ്ടി പാരന്റ്സിനെ വിളിച്ചു വരുത്തുന്നതിന് കൂടിയുള്ള ആ ഒരു അറിവ് ഉണ്ടായിരിക്കണമെങ്കിൽ ടീച്ചർക്ക് രോഗത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായോ? ഇത്രയും രോഗങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എന്തിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്? നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ചിലപ്പോ, ഇല്ലേ? ഏതെങ്കിലും ഒരു സിംറ്റംസ് വെച്ചിട്ട് ഇപ്പൊ മംസ് വന്നോന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു കുട്ടിക്ക് മംസിന്റെ ലക്ഷണങ്ങൾ കണ്ടോന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കില്ലേ? ഈ ക്ലാസ്സിൽ പറഞ്ഞ് തന്നിട്ടുള്ള ഓർമ്മ വെച്ചിട്ട് പറ്റും, അല്ലേ? അതാണ്. അപ്പോ നമ്മൾ വാക്സിനേഷൻ എപ്പോ കൊടുക്കുന്നു മാത്രം, അത് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ പോരാ, അല്ലെ? എപ്പോഴാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നതെന്ന് മാത്രം
ഒരു വാക്സിനേഷൻ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ടീച്ചർക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. ആസ് എ പാരന്റ് അല്ലെ, ഒരു അമ്മ എന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടായിരിക്കണം. പക്ഷെ ഒരു ടീച്ചർ എന്ന രീതിയിൽ രോഗങ്ങളെ കുറിച്ച് കുറച്ചെങ്കിലും അറിവുണ്ടായിരിക്കണം. ഓക്കെ, എന്നാൽ മാത്രമേ എന്ത് രോഗമാണെന്ന് ഐഡന്റിഫൈ ചെയ്ത്, ഡോക്ടറിന്റെ ജോലി ഒന്നും ചെയ്യണം എന്നല്ലട്ടോ ഞാൻ പറയുന്നേ, സാധാരണ സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടണം. ഈ ഒരു രോഗമാണ് അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആണ്, കുട്ടിയെ പെട്ടെന്ന് മാറ്റേണ്ടതുണ്ട് എന്നുള്ളൊരു ധാരണ ടീച്ചർക്ക് ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഓരോ രോഗങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ചെങ്കിലും നോളജ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ടീച്ചർ എന്ന് പറയുന്ന വ്യക്തി സൊസൈറ്റിയെ പലതരത്തിലുള്ള, ഒരു സെക്കൻഡ് കേട്ടോ, അത് ഞാനിപ്പോ ഇത് ഓക്കെ. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്, സൊസൈറ്റിയിൽ നിന്നും സൊസൈറ്റിയെ പലതരത്തിലുള്ള എപ്പിഡമിക്സ്, പലതരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനായിട്ട് ഒരു ടീച്ചർ എന്ന രീതിയിൽ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്തിരിക്കണം, ഓരോ രോഗങ്ങളെ കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളത് മസ്റ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോകാം. അടുത്തത് ഹെൽത്ത് ചെക്കപ്പ് ആണ് കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് അതൊന്ന് റീഡ് ചെയ്യുക, പാരാഗ്രാഫ് ഒന്ന് റീഡ് ചെയ്യുക എല്ലാവരും, അതിനുശേഷം നമുക്ക് ഡിസ്കസ് ചെയ്യാം. റീഡ് ചെയ്തതിന് ശേഷം തമ്പ് ചെയ്യൂ. ഓക്കെ, കവിത കവി കവിത ആരാണെന്ന് വായിക്കാം, എക്സ്പ്ലെയിൻ ചെയ്യാം. രേവതി. ഓക്കെ. Health checkup. A regular health checkup of the child should be attempted and a health record should be maintained. Health examination should include general appearance, body structure, recording of pulse, temperature, measurement, height, weight, respiratory rate, chest and abdomen examination, neck, eyes, ears, nose, throat, teeth, hair, skin, nails, vision, hearing, mental imbecility, movement of limbs, urine and stool examination, etc. This helps in early detection of defects such as defective vision,
dental caries, etc. A health checkup should be the duty of parents as well as the school. Any problem diagnosed or disclosed should be immediately attended to. എന്താ മനസ്സിലായത് രേവതി? ഒരു കുട്ടിയുടെ കൃത്യമായ ആരോഗ്യ പരിശോധനകൾ നടത്തേണ്ടതും അതിന്റെ ആരോഗ്യ രേഖ സൂക്ഷിക്കേണ്ടതുമാണ്. അതില് ശരീരഘടന, നാഡീമിടിപ്പ്, അതുപോലെ കഴുത്ത്, കണ്ണ്, ചെവി, മൂക്ക്, പല്ല്, മുടി, ചർമ്മം, നഖം എന്നിവയുടെ പരിശോധനകളും, മൂത്രം, മലം എന്നിവയുടെ പരിശോധന, പല്ലില് കേട്, കാഴ്ചവൈകല്യം തുടങ്ങിയ പ്രശ്നങ്ങൾ എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്നു. കൂടാതെ ഇത് ഒരു സ്കൂളിന്റെയും കടമയാണ് ഇത് കണ്ടെത്താനായിട്ട്. ഹെൽത്ത് ചെക്ക് ഷുഡ് ബി ഡ്യൂട്ടി ഓഫ് പേരന്റ്സ്. ഒരു സ്കൂളുകളും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാനാണ് അവരെ കടമകളാണ്. പിന്നെ അതുപോലെ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഡിസ്ക്ലോസ് ഷുഡ് ബി ഇമ്മീഡിയറ്റ്ലി അറ്റൻഡ് ടു. അതുപോലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം. അത്രക്കൊക്കെ മനസ്സിലായി കുറച്ച്. എന്താണ് ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാല്? നിങ്ങൾ ചെയ്യാറുണ്ടോ ഹെൽത്ത് ചെക്കപ്പ്? യെസ് മാം. എപ്പോഴാ ചെയ്യുന്നേ? ഗ്ലാഡിസ് എപ്പോഴാ ചെയ്യുന്നേ? ഞാന് മക്കളെ രണ്ടാളെയും കൊണ്ടുപോയിട്ട് എല്ലാ മാസവും, ഇപ്പം ഇളയാളാണെങ്കിൽ ഇപ്പൊ ജനിച്ച് എല്ലാ മാസവും റെഗുലർ ആയിട്ട് കൊണ്ടുപോയിട്ട് ഇതിന്റെ കണ്ണ്, പല്ല്, മോണയുടെ ആരോഗ്യം, അതുപോലെ തന്നെ നാക്ക്, കൊച്ചിന്റെ ശ്വാസോച്ഛ്വാസം ശരിയാണോ, കൈകളെല്ലാം ഓക്കെ ആണോ, കാലിന്റെ ഫിംഗേഴ്സ് നിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നടപ്പ് ശരിയാണോ, കാലുറച്ച് ചവിട്ടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് റെഗുലർ ആയിട്ട് എല്ലാ മാസവും തന്നെ. കാരണം എന്റെ മൂത്ത ആള് ADHD ആണ്. അപ്പം അദ്ദേഹത്തിന്റെ മുതൽ ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ റെഗുലർ ആയിട്ട് പല്ലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ കേൾവി പരിശോധന ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ച് 3 ദിവസം ആയപ്പോഴത്തേക്കും തന്നെ 2 പേരുടെയും കേൾവി പരിശോധന ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ഇയർ വാക്സ് കൃത്യമായിട്ട് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് എടുത്ത് കളയും. അങ്ങനെ അതുപോലെ തന്നെ മൂക്കിന് അഡിനോയിഡിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രോത്ത് ഉണ്ടോ ഉള്ളില്, അങ്ങനെയുള്ള കാര്യങ്ങൾ, തൊണ്ടയിൽ ടോൺസിൽസിന്റെയോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് എല്ലാ മാസവും തന്നെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? കുട്ടികളിൽ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ മുതിർന്ന ആളുകളിലും എന്ത് ചെയ്യാറുണ്ട്? ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ എന്തിനാണ് നമ്മൾ ഈ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഉദ്ദേശം എന്താ അതിന്റെ? എന്തറിയാൻ വേണ്ടിയിട്ടാ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത്? മുൻകൂട്ടി മുൻകരുതൽ എന്ന് വേണം. നമ്മളെ ആരോഗ്യം അറിയാൻ വേണ്ടി. നമ്മുടെ ആരോഗ്യത്തോടു കൂടിയാണ് നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നേ? ആണോ? നമ്മൾ ഹെൽത്തി ആണോ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബാലൻസ് ഒക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിനോ മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പുകൾ സഹായിക്കുന്നു. ഓക്കെ, ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു നമ്മുടെ PDF കൊടുത്തിട്ടില്ല കേട്ടോ, അല്ലാത്തതാണ് ഞാൻ പറയുന്നത്. ഏതെങ്കിലും ഒരു അസുഖം തടയുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കുന്നതിനോ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ ഹെൽത്ത് ചെക്കപ്പുകൾ സഹായിക്കും. അപ്പൊ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫുൾ ബോഡിയാണല്ലോ വരുന്നത് അല്ലേ? എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യാറില്ലേ? നമ്മുടെ ഫുൾ ബോഡി ചെക്ക് ചെയ്യാറില്ലേ? അപ്പൊ അതിനാൽ നമ്മുടെ ഹാർട്ട് വരാം, അതുപോലെ തന്നെ കിഡ്നി വരാം, ലിവർ വരാം, ലങ്സ് വരാം. അങ്ങനെ ശരീരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ചെക്കപ്പിനെയാണ് എന്ത് പറയുന്നത്? ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഡോക്ടേഴ്സ് സാധാരണയായിട്ട് വർഷത്തില് ഒരു തവണയെങ്കിലും ബോഡി ചെക്ക് ചെയ്യാനായിട്ട് സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ചും 35 വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ ഹെൽത്ത് ചെക്കപ്പ് നടത്തിയിരിക്കണം എന്നാണ് പറയുന്നത്.
എത്ര പേരുണ്ട് 35 വയസ്സിന് എബോവ് 35 ഇയേഴ്സ്? എത്ര പേരുണ്ട് ഇവിടെ? നടത്താറുണ്ടോ ഹെൽത്ത് ചെക്കപ്പ്? നിങ്ങളുടെ ബോഡി നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? കാരണം ഈ ഹെൽത്ത് ചെക്കപ്പ് നടത്തണമെന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാല് നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലാണ് അല്ലെ, നമ്മുടെ ജീവിത രീതി തന്നെ മാറി അല്ലെ, മുമ്പത്തേതുപോലെയല്ല. ധാരാളം പേർക്ക് അസുഖങ്ങളുണ്ട്, ഹൃദ്രോഗമുണ്ട്, അതുപോലെ തന്നെ ഡയബറ്റീസ് ഉണ്ട്, ആസ്മ ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, ഡിപ്രഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളാണ് മനുഷ്യരെ പിടികൂടുന്നത്. അപ്പൊ ഇതിന് പല പല കാരണങ്ങളുണ്ട്. തെറ്റായിട്ടുള്ള ജീവിതശൈലി അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. മാത്രമല്ല ഉയർന്ന തോതിലുള്ള പൊല്യൂഷൻ അല്ലെ, നമ്മുടെ ജീവിത രീതി മാറ്റി എന്നത് കൊണ്ട് മാത്രമല്ല നമ്മൾക്ക് ഇത്രയും അസുഖങ്ങൾ പിടിവിടുന്നത് അല്ലെ. നമ്മുടെ ചുറ്റുപാട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും, ഭയങ്കരമായിട്ടുള്ള പൊല്യൂഷൻ ആണ് അല്ലെ, പൊല്യൂട്ടഡ് ആണ്. ഭയങ്കര പൊടി, പുക അല്ലെ, കൂടുതലല്ലേ ഇപ്പത്തേക്കാളും. ചില ഏരിയകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ശ്വാസമുട്ടും ചുമയൊക്കെ ആയിരിക്കും അല്ലെ, ഫാക്ടറികളുടെ അടുത്തൊക്കെ താമസിക്കുന്നത് അല്ലെ. അപ്പോ അത് പൊല്യൂഷൻ കാരണം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ ചേർക്കുന്ന മായം, അതും ഒരു കാരണം തന്നെ അല്ലേ. അതുമൂലം നമുക്ക് അസുഖങ്ങൾ ഉണ്ടാവാറില്ലേ? ഭക്ഷണത്തിൽ ചേർക്കുന്ന മായം, ഇപ്പൊ കറി പൗഡേഴ്സിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും അല്ലെ, എല്ലാത്തിലും സർവത്ര മായമാണ് അല്ലെ. അപ്പോ അതുമൂലവും നമുക്ക് ചില രോഗങ്ങൾ വരാൻ കാരണമാകും. ഓക്കെ, അപ്പൊ ഇത്തരത്തില് എന്തുണ്ട്, കുറേയധികം പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട്, വല്ലപ്പോഴും ഒരിക്കൽ ചെയ്തിട്ട് കാര്യമില്ല, ചെയ്യുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോ ഹെൽത്ത് ചെക്കപ്പിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ വരും. അതായത് വലിയ വലിയ ടെസ്റ്റുകൾ തുടങ്ങി ചെറിയ ചെറിയ ടെസ്റ്റുകളൊക്കെ ഹെൽത്ത് ചെക്കപ്പിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്ന കാര്യമാണ് അല്ലെ. നമ്മൾ ഇടയ്ക്കെങ്കിലും നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ, ഡോക്ടേഴ്സ് പറയാറുണ്ടല്ലോ, ബ്ലഡ് അടക്കം നോക്കണം എന്ന് പറയാറുണ്ട് അല്ലെ. യൂറിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ബ്ലഡിൽ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ അല്ലെ, കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാറുണ്ട് അല്ലെ. LDL, HDL, ട്രൈഗ്ലിസറോൾ പോലുള്ള കൊളസ്ട്രോളിന്റെ പലതരത്തിലുള്ള വകഭേദങ്ങൾ ഉണ്ട്, അത് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എക്സ്റേ എടുക്കാറുണ്ട്, ECG ഹാർട്ടുമായി ബന്ധപ്പെട്ട് എടുക്കാറുണ്ട്, എക്കോ എടുക്കാറുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ബ്ലഡ് ടെസ്റ്റിൽ തന്നെ വരുന്നതാണ് വിറ്റാമിൻ ഡി ടെസ്റ്റ് ഉണ്ട് അല്ലെ. വൈറ്റമിൻ ഡി പലർക്കും ഇപ്പൊ കുറവുള്ള ഒരു കാര്യമാണിത്, വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. ചുരുക്കം ആളുകൾ മാത്രമേ വെയിലത്ത് ഇറങ്ങാറുള്ളൂ. അതുകൊണ്ടാണോ അത് വരുന്നത്, വൈറ്റമിൻ ഡിയുടെ കുറവ്? എന്തുകൊണ്ടാ വരുന്നത് വൈറ്റമിൻ ഡിയുടെ കുറവ്? എന്തുകൊണ്ടാ വരുന്നത്? എന്തായിരിക്കും വൈറ്റമിൻ ഡി കുറയാൻ കാരണം? ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടായിരിക്കാം? ഫുഡിന്നുണ്ടാവൂലേ? ഫുഡിന്നുണ്ടാവോ? നമ്മുടെ ഭക്ഷണ രീതിയും കാര്യങ്ങളും എല്ലാം മൊത്തത്തില് ചേഞ്ചായി. അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഫുഡുകൾ നമ്മൾ പ്രോപ്പറായിട്ട് കഴിക്കുന്നില്ല. അതുകൊണ്ടാണ് വെയിൽ കൊണ്ടാൽ മാത്രമല്ല വൈറ്റമിൻ ഡി നമുക്ക് കിട്ടുന്നത്. യെസ്, അതായത് ഇപ്പൊ നേരത്തെ ഗ്ലാഡിസ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ചില ഭക്ഷണങ്ങൾ, വൈറ്റമിൻ ഡി അടങ്ങിയ ചില ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെന്ന് നമുക്ക് തന്നെ മനസ്സിലാവും അതിനകത്തെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ. അപ്പൊ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ എന്തായാലും വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് തരും. അതുകൂടാതെ വൈറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയും. അതുകൂടാതെ ഡോക്ടർ പറയുന്ന മറ്റൊരു കാര്യമാണ് സപ്ലിമെന്റ് ഫുഡ് കഴിക്കുന്നതിനോടൊപ്പം തന്നെ അല്പം വെയിൽ കൊള്ളാന്നുള്ളത്. ഓക്കെ, ഡോക്ടേഴ്സ് പറയാറുണ്ട്. എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് അത് അബ്സോർബ് ചെയ്യുള്ളൂ നമ്മുടെ ശരീരത്തിൽ. നമ്മൾ കഴിക്കുന്ന സപ്ലിമെന്റിന് ഒരു എഫക്റ്റ് ഉണ്ടാവണ്ടേ, അതിന് വേണ്ടിയിട്ട് കുറച്ചെങ്കിലും സൂര്യപ്രകാശം എന്ത് ചെയ്യണം, നമ്മൾക്ക് കിട്ടണം. ഓക്കെ, എന്നാൽ മാത്രമാണ് അതിനൊരു ചേഞ്ച് ഉണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പോ
ഈ വൈറ്റമിൻ ഡി സപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് പറയുന്ന കാലഘട്ടത്തിൽ കഴിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഇഷ്ടപ്രകാരം കഴിക്കാനായിട്ട് നിൽക്കരുത്. അവരുടെ സജഷൻ ഉണ്ടെങ്കിൽ മാത്രം കഴിക്കുക. ചിലവര് കാരണം ആ സാധനം ഇവിടെ നിന്നും കിട്ടും, നമുക്ക് ആന്റിബയോട്ടിക് പോലെ അല്ല, ചോദിച്ചെന്ന് കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലെ. അപ്പൊ ഡോക്ടർ ചിലപ്പോ 4 ആഴ്ചയായിരിക്കും കഴിക്കാൻ പറയുക. നമുക്കറിയാം വീക്ക്ലി വൺസ് ആണത് കഴിക്കുന്നത്. അപ്പൊ 4 ആഴ്ചയായിരിക്കും കഴിക്കാൻ പറയുന്നത്. അപ്പൊ ഇനി കുറച്ചും കൂടി വൈറ്റമിൻ ഡി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, വീണ്ടും ഒരു 4 ആഴ്ചത്തേക്ക് ചെന്ന് മേടിക്കും ഡോക്ടറെ കാണാതെ. അതൊരിക്കലും ചെയ്യരുത്. ഈ വൈറ്റമിൻ ഡി അധികമായാലും നമുക്ക് പ്രശ്നങ്ങൾ വരും. ഓക്കെ, അപ്പൊ എപ്പോഴും ഡോക്ടറുടെ സജഷനോട് കൂടി മാത്രമാണ് എന്ത് ചെയ്യുക, നമ്മൾ വൈറ്റമിൻ ഡി കഴിക്കാനായിട്ട് പാടുള്ളൂ. പിന്നെ വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലാകാം ഇല്ലേ? അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? വെയിറ്റ് ഭയങ്കരമായിട്ട് ഗെയിൻ ചെയ്യും. അത് നമ്മൾ പ്രോപ്പർ ആയിട്ട് വൈറ്റമിൻ ഡി എപ്പോഴാണ് നമ്മൾ സപ്ലിമെന്റ് എടുക്കുന്നത്, അത് കൃത്യമായിട്ട് ആ ദിവസം തന്നെ നെക്സ്റ്റ് വീക്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പ്രോപ്പർ ആയിട്ട് കുറെ നാൾ അടുപ്പിച്ച് വൈറ്റമിൻ ഡി കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് വെയിറ്റ് കാണാൻ പറ്റും. ഞാനിപ്പോ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയാണ് വൈറ്റമിൻ ഡിയുടെ. വൈറ്റമിൻ ഡി അല്ലേ? അത് കഴിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മള് ഫുഡ് കൺട്രോൾ ചെയ്യണം കേട്ടോ, എക്സസൈസ് ചെയ്യണം, എന്നാലും വെയിറ്റ് കുറയുള്ളൂ. അത് മാത്രം. ചിലവർക്ക് പ്രശ്നം ഉണ്ടാവും, അതായത് ഫുഡ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷെ വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാവും ചില ആളുകൾക്ക്. അത് ഈ ഒരു കാരണം കൊണ്ടാണ്, അതായത് ഈ വൈറ്റമിൻ ഡി യുടെ കുറവ് കൊണ്ടാണ് ഈ ഒരു വെയിറ്റ് കുറയാത്തത്. അപ്പൊ അതും കൂടി നമ്മൾ ഇൻടേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്കത് പ്രോപ്പർ ആയിട്ട് കുറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണല്ലേ. ഇപ്പൊ വൈറ്റമിൻ ഡി ഇന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ടെസ്റ്റിന് ഭയങ്കര ഇതാണ്, റേറ്റ് 1000 രൂപയൊക്കെ അല്ലേ. ഇപ്പൊ കുറച്ച് മടിയാവും ഇത് ചെയ്യാനായിട്ട്. സാധാരണ ബ്ലഡ് ടെസ്റ്റ് പോലെ അല്ല, ഒത്തിരി റേറ്റ് കൂടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റ് ആണ് വൈറ്റമിൻ ഡി ടെസ്റ്റ് എന്ന് പറഞ്ഞാല്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ഹെൽത്ത് ചെക്കുമായി ബന്ധപ്പെട്ടതാണ് അബ്ഡോമിനൽ എക്സാമിനേഷൻ. അബ്ഡോമിനൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ USG ചെയ്യാറുണ്ട് അല്ലെ, സ്കാൻ ചെയ്യാറില്ലേ, അൾട്രാസോണോഗ്രഫി. വയറിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്യാറുണ്ട്. അബ്ഡോമൻ ഭാഗത്തും പെൽവിസിന്റെ ഭാഗത്തും അല്ലെ, ഇപ്പൊ നമ്മുടെ യൂട്രസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്കാനുകളും മറ്റുമൊക്കെ ഉണ്ട്. 2 തരത്തിലാണ്, അബ്ഡോമന്റെ വേറെ, പെൽവിസ് ആ ഒരു ഭാഗത്തെ വേറെ ആയിട്ടാണ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്. തൈറോയ്ഡ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ലെ, അത് TSH നോക്കാറുണ്ട് തൈറോയ്ഡ് ടെസ്റ്റില്. T3 T4 TSH T3 T4 ഈ 3 കാര്യങ്ങളുമാണ് തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റിൽ വരുന്നത്. ഈ 3-ൽ ഏതെങ്കിലും ഒന്നിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായാലാണ് നമുക്ക് തൈറോയ്ഡ് ഉണ്ടെന്ന് സ്ഥിരീകരിക്കുക. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിഡ്നി ഫങ്ഷൻ പ്രോപ്പർ ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് കുറെ അധികം ടെസ്റ്റുകൾ ഉണ്ട്. നമ്മൾ ക്രിയാറ്റിൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതുപോലെ സോഡിയം ടെസ്റ്റ് ചെയ്യാറുണ്ട്, അങ്ങനെ പിന്നെ യൂറിക് ആസിഡ് നോക്കാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെ, LFT കേട്ടിട്ടുണ്ടോ? ലിവർ ഫങ്ഷൻ ടെസ്റ്റ്, ലിവർ ഫങ്ഷൻ അതായത് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത്, USG ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഒക്കെ ഉണ്ടെങ്കിൽ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്ന് കാണിക്കാറുണ്ട് ഇല്ലേ, കണ്ടിട്ടില്ലേ? അപ്പൊ നമ്മളുടെ ലിവറിന് എന്താ പറയാ, ഈ ഒരു പ്രശ്നം ബാധിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഫാറ്റി ലിവറിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ, അത് നമ്മുടെ ലിവറിനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രമാത്രം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നത്, LFT ചെയ്യുന്നത്. LFTയിലെ SGPT, SGOT, ബിലിറൂബിൻ ഈ 3 കാര്യങ്ങൾ നോക്കാറുണ്ട് ലിവർ ഫങ്ഷൻ ടെസ്റ്റില്. അപ്പൊ അതിനകത്ത് എത്രമാത്രമാണ് ഈ ഒരു ഫാറ്റി ലിവർ, അതിന്റെ തോത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. SGPT, SGOT ഒക്കെ അതിനാണ് നോക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പൾമണറി ലങ് ഫങ്ഷൻ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ ശ്വാസകോശത്തിന്റെ ആ ഒരു കപ്പാസിറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് പൾമണറി ലങ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ കാൽസ്യം
CT കാൽസ്യം സ്കോറിങ്, അതായത് കാൽസ്യം ടെസ്റ്റ് നടത്താറുണ്ട് ചില ആളുകൾക്ക്, ഇല്ലേ? ബ്ലഡിൽ കാൽസ്യം കുറയുമ്പോൾ എന്തുണ്ടാവാറുണ്ട്? പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, കാലുവേദന, കാല് മരവിപ്പ്, കൈ മരവിപ്പ്, കൈവേദന, അല്ലെ? അങ്ങനെയുള്ള ധാരാളം പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്, അല്ലെ? അപ്പൊ അതറിയുന്നതിന് വേണ്ടിയിട്ട് കാൽസ്യം സ്കോർ, അതായത് കാൽസ്യം ലെവല് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കാൽസ്യം ടെസ്റ്റ് നടത്തുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പല പരിശോധനകൾ, ഞാൻ കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ഇത്തരത്തിൽ ധാരാളം ചെക്കപ്പുകൾ ഉണ്ട്. അതായത് നമ്മുടെ ബോഡി നോർമൽ ആണോ എന്നറിയാൻ വേണ്ടിയിട്ട്, പ്രോപ്പർ ആയിട്ടാണോ ഓർഗൻസ് ഒക്കെ പ്രവർത്തിക്കുന്നത്, ബ്ലഡിന്റെ ഒക്കെ ഫംഗ്ഷൻ ഒക്കെ പ്രോപ്പർ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിലൂടെ നമുക്ക് നേരത്തെ തന്നെ രോഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി കണ്ടുപിടിക്കാനും ആ ഒരു അസുഖം ഉണ്ടെങ്കിൽ അതിനെ മരുന്നുകളിലൂടെ തടയാനും സാധിക്കും. ഇതാണ് ഹെൽത്ത് ചെക്കപ്പുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? നിങ്ങൾ എന്തൊക്കെ ടെസ്റ്റുകളാണ് നടത്താറുള്ളത് റെഗുലർ ആയിട്ട്? ഒന്ന് പറയാമോ? ഹീമോഗ്ലോബിൻ ഒക്കെ നോക്കാറുണ്ട്. ഹീമോഗ്ലോബിൻ നോക്കാറുണ്ട്. ഓക്കെ, ഹീമോഗ്ലോബിൻ കുറവാണോ രേവതിക്ക്? കുറവാണ്. കുറവാണ്, അത് നോക്കാറുണ്ട്. അത് മാത്രം നോക്കാറുള്ളൂ? പിന്നെ ഇതേപോലെ ഹെൽത്ത് സെന്ററിന്റെ അടുത്ത് തന്നെ, അപ്പൊ ഈ പ്രഷർ ഷുഗർ അതൊക്കെ നോക്കും. അതൊന്നും ഇല്ല, പക്ഷെ ഇടയ്ക്ക് ആഴ്ചയിൽ എല്ലാ വ്യാഴാഴ്ചയും ചെക്കപ്പ് ചെയ്യാറുണ്ട് നമ്മളെ അടുത്തുള്ള ഹെൽത്ത് സെന്ററിൽ. അങ്ങനെയൊക്കെ നോക്കും. പിന്നെ കാൽസ്യം, തൈറോയിഡ്, പിന്നെ ഷുഗർ, പ്രഷർ അതൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും അസുഖം വന്നു പോവാണെങ്കിൽ അന്നേരം അതൊക്കെ അവര് നോക്കാറുണ്ട്. അത്രയൊക്കെ അല്ലാതെ ഒരുപാട് ചെയ്യാറുണ്ട്. ഒരുപാടൊന്നും ചെയ്യാറില്ല അല്ലേ? ഓക്കെ. പിന്നെ വേറെ ആരും ചെയ്യാറില്ല? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷുഗറും കൊളസ്ട്രോളും നോക്കാറുണ്ട് മിസ്സേ. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ ഇടയ്ക്ക് നോക്കുന്നത് നല്ലതാ. എപ്പോഴും നോക്കണം എന്നല്ല പറയുന്നത്, ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ നമ്മൾ നോക്കുന്നത് നല്ലതാ. അതായത് നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാല് എന്ത് അസുഖമാണെന്ന് ചിലപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. കുറെ അധികം മരുന്നുകളൊക്കെ നമ്മൾ ഇങ്ങനെ കഴിക്കും, പക്ഷെ മരുന്നുകൾ കഴിച്ചാലും ചിലപ്പോ വ്യത്യാസം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ മരുന്നുകൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ ആയിരിക്കും ഡോക്ടർ പറയുന്നത് ഈ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ സാധാരണ ആദ്യം എന്തായാലും BP നോക്കാറുണ്ട്, പിന്നെ ഷുഗർ നോക്കാറുണ്ട്, കൊളസ്ട്രോൾ നോക്കാറുണ്ട്, അങ്ങനെയുള്ള ധാരാളം ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കും. പക്ഷെ അതുകൊണ്ടായിരിക്കില്ല വരുന്നത്. ചിലപ്പോൾ വൈറ്റമിൻ്റെ കുറവുണ്ടായിരിക്കും. പിന്നീട് ലാസ്റ്റ് ആയിരിക്കും വൈറ്റമിൻ്റെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പൊ അതിലായിരിക്കും കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ കുറേയധികം എന്താണ് ഇങ്ങനെ മരുന്ന് കഴിച്ച് കുറേയധികം നമ്മുടെ നിന്ന് പൈസ പോയി, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇടയ്ക്ക് ഇത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. എപ്പോഴും ചെയ്യണം എന്നല്ല, ഒരു 3 മാസമൊക്കെ കൂടുമ്പോൾ ഈ കൊളസ്ട്രോള്, അതുപോലെ ഷുഗർ, അതൊക്കെ ഒന്ന് ടെസ്റ്റ്, തൈറോയിഡ്, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഹെൽത്ത് ചെക്കപ്പ് വായിച്ചിട്ട് അതിനെ കുറിച്ച് ഒരു സെമിനാർ പ്രസന്റ് ചെയ്യാൻ പ്രിപ്പയർ ചെയ്തിട്ട് വരിക കേട്ടോ. ഹെൽത്ത് ചെക്കപ്പ് വായിക്കുക, അതിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യുക, സെമിനാർ പോലെ. ഓക്കെ ആണോ? പിന്നെ പിക്ചർ വീലും നമ്പർ വീലും ചെയ്യാൻ പറ്റുന്നവര് ചെയ്ത് കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഹെൽത്ത് ചെക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു പാട്ടില് പ്രധാനമായിട്ടും കുട്ടികളുടെ ഹെൽത്ത് ചെക്കപ്പ് ആണ് പറഞ്ഞേക്കുന്നത്. അത് നമ്മൾ പറഞ്ഞു തുടങ്ങിയിട്ടില്ല. നമ്മളിപ്പോ സാധാരണ ജനറലി വരുന്ന ഹെൽത്ത് ചെക്കപ്പ്, സാധാരണ ആളുകൾക്ക് ചെയ്യുന്ന ഹെൽത്ത് ചെക്കപ്പുകളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്. ഈ ഒരു പാരഗ്രാഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം എന്തായാലും. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി എന്ത് ചെയ്യണം, ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യണം. ഓക്കെ,
കുട്ടികൾക്ക് ഉണ്ടാവുന്ന അപ്പൊ നമുക്ക് കുട്ടികളുടെ എന്താണ് സെമിനാറിന്ന് കുട്ടികളുടെ ചെക്കപ്പിനെ കുറിച്ചല്ലേ സെമിനാർ? അതേ ബോധമില്ലല്ലോ. കുട്ടികളുടെ ഈ ഒരു ഹെൽത്ത് ചെക്കപ്പിനെ കുറിച്ച് PDF-ലുള്ള കാര്യത്തെ കുറിച്ച്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സൈൻ ഔട്ട് ചെയ്തോളൂ കേട്ടോ. യെസ് മാം. ഇനി ഇത്രയും നന്നായിട്ട് എനിക്ക് ക്ലാസ് എടുത്ത് തന്ന അശ്വതി മാമിനും അതുപോലെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും താങ്ക്സ്. താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്. മാം, കുട്ടികളിൽ ഉണ്ടാകുന്ന ഹെൽത്ത് കെയർ ചെക്ക് അവർക്ക് നടത്തുന്ന കോമൺ ആയിട്ട് നടത്തുന്ന ഹെൽത്ത് കെയർ ചെക്കപ്പിനെ പറ്റി അതായത് ഈ ഹെൽത്ത് ചെക്കപ്പ് ഒന്ന് വായിച്ചു നോക്കി അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണെന്ന്. എന്നിട്ട് അതിനനുസരിച്ച് സെമിനാർ പ്രസന്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു. Thank you, ma'am.